ഫീഡ് മൊത്തം വാഴ 2 ആണ്. സവിൻസ് സംവിധാനം ചെയ്തിട്ടുള്ള, വിപിൻ ദാസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ പടം സെറ്റായിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹാഷ്റയൻ ടീമൊക്കെ അടിപൊളിയാണ്. നമ്മുടെ ഓഫീസിലുണ്ട് വാഴ കണ്ട കുറെ പേര്. വാ ചോദിച്ചറിയാം. അജിൻ ചേട്ടോ, വാഴ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. എല്ലാവർക്കും വാഴ ഒരു ഇമോഷണൽ ആണല്ലോ. അജിൻ ചേട്ടന് എന്ത് കിക്കാ കിട്ടി? എൻ്റെ നാട് പത്തനംതിട്ടയില് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ പണ്ട് കളിച്ച് വളർന്ന് നടന്ന സമയത്ത് ഒരു കാലം കഴിയുമ്പോൾ ഇവരെല്ലാം കൂടെ ഗൾഫിൽ പോയി. അപ്പം പണിയൊന്നും ഇല്ലാതെ നമ്മൾ മാത്രം നാട്ടിൽ നിൽക്കുന്നു. അപ്പോൾ ഏറ്റവും ഈ കണക്ട് ആകാൻ കഴിഞ്ഞൊരു സാധനം എന്ന് പറയുന്നത്, ഗൾഫിൽ ചെന്നിട്ട് UK ചെന്നിട്ട് ഇവരെന്നെ വിളിക്കും, എടാ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും മേടിച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ അതായത് അവരുടെ വീടുകളിലല്ല ഞാനായിരുന്നു ഒരു മകനെ പോലെ ഇരുന്നത്. അതിലെനിക്ക് ഏറ്റവും ചിരി വരുന്നതും അതിനോടൊപ്പം തന്നെ ഇമോഷണൽ ആയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഇക്കരെ കാണുമ്പം അക്കരെ പച്ച എന്ന് പറയുന്നത് പോലെ ഇവരെന്തൊക്കെയോ സ്വപ്നം കണ്ടിട്ടാണ് UK പോകുന്നത്. ഇവിടെ ബാത്റൂം കഴുകാത്തൻ അവിടെ പോയി ചെയ്യുന്ന പണി ബാത്റൂം. പക്ഷെ വ്യത്യാസം, ഇത് പത്തനംതിട്ട, അത് UK. അതെനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെയാണ് ഈ പടത്തിന് പോയിട്ടുള്ളത്. വാഴ 1 എനിക്ക് അത്ര അങ്ങ് വർക്കായിട്ടില്ലായിരുന്നു. പക്ഷെ വാഴ 2 എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ടീച്ചേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അതെല്ലാം ഇതിൽ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് വിജയ് ബാബുവിൻ്റെ ഒക്കെ അഭിനയം കാണുമ്പോൾ എടുത്ത് ഭിത്തിയിലിട്ട് ഉറയ്ക്കാനാണ് എനിക്ക് ശരിക്കും തോന്നിയത്. അതുപോലെ തന്നെ അജു വർഗീസ് ചെയ്തു വെച്ചിട്ടുള്ള ക്യാരക്ടറെ പോലെയുള്ള ടീച്ചേഴ്സ് നമുക്കുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു സ്കൂൾ കാലഘട്ടം അതിൽ എക്സ്പീരിയൻസ് ചെയ്ത് കാണാൻ പറ്റിയെന്നുള്ളത് നല്ലൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. വാഴയിൽ എനിക്ക് ഏറ്റവും ഹൈ എന്ന് പറഞ്ഞാൽ വാഴയുടെ സ്ക്രിപ്റ്റ് തന്നെയാണ്, വിപിൻ ദാസിൻ്റെ സ്ക്രിപ്റ്റ്. അതായത് എല്ലാ ഇമോഷൻസും നല്ല രീതിയിൽ ഉൾക്കൊണ്ടാണ് പുള്ളിക്കാരൻ ആ സ്ക്രിപ്റ്റ് എഴുതിയേക്കുന്നത്. പിന്നെ പുള്ളി തന്നെയാണ് അതിൻ്റെ പ്രൊഡ്യൂസറും. അപ്പം എനിക്ക് ഏറ്റവും ഹൈ തന്നത് ഒരു റൈറ്റർ പ്രൊഡ്യൂസർ ഒരു സിനിമയ്ക്ക് വേണ്ടി ഏതാണ്ട് 150 ദിവസത്തോളം ഷൂട്ട് ചെയ്തൊരു സിനിമയും കൂടെയാണ് വാഴ എന്ന് പറയുന്നത്. ഒരു ബ്രഹ്മാണ്ഡ പടമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാണുമ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ ചെറുതാണെങ്കിലും വലിയൊരു ബിഗ് സ്കെയിൽ എടുത്തേക്കുന്ന ഒരു പടമാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഹൈ മൊമെൻ്റ് എന്നത് വാഴയുടെ സ്ക്രിപ്റ്റാണ്. വാഴ 2 തന്ന കേൾക്കില്ലായിരുന്നു. അഷിത നേരത്തെ പറഞ്ഞ പോലെ ഇമോഷൻസ് ഓരോരുത്തർക്കും ഓരോന്നാണ് ഈ സിനിമ തരുന്നത്. എനിക്കെന്നുള്ള ഒരു കിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനായകും ബിജുക്കുട്ടനും തമ്മിലുള്ള ഒരു അച്ഛൻ മകൻ കോംബോ ആണ്. സാധാരണ ഇത് ആണുങ്ങളുടെ പടമാണ്, ആണുങ്ങളുടെ കഥയാണെന്ന് പറയുമ്പോൾ പോലും ഒരു മകളെന്ന രീതിയിൽ എനിക്ക് ഭയങ്കര കണക്റ്റഡായി, എന്നെ വല്ലാതെ ടച്ച് ചെയ്തിട്ടുള്ള ഒരുപാട് സീൻസ് ഉണ്ട്. സ്പോയിലർ ആവുന്നത് കൊണ്ട് നമുക്കൊന്നും കൂടുതലായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് ഇതേപോലെ ഞാൻ അച്ഛൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സിനിമേൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് നമ്മളെ ചിരിപ്പിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് കടന്ന് ചില സീനുകളിൽ ലിറ്ററലി കരയേണ്ടി വന്നു തിയേറ്ററിൽ. നമുക്ക് അങ്ങനത്തെ ചില സിനിമകൾ മാത്രമാണല്ലോ നമ്മളതിനെ അങ്ങനെ സ്പർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ മകൻ സാധനമാണ് എനിക്ക് വാഴ 2 തന്ന ഏറ്റവും വലിയ കിക്ക്. ഇവന്മാർ വാഴ 2 +2 കാലഘട്ടം കാണിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ നമ്മുടെ +2 ഒക്കെ ഓർമ്മ വന്നു. +2 സ്കൂളിലത്തെ അടി, റൊമാൻസ് പരിപാടിയൊക്കെ അതൊക്കെ നല്ല വർക്കായിട്ടുണ്ട്. ഈ ഹാഷിറും ടീമിൻ്റെയും കുറേ റീല് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇവന്മാർ ഹാപ്പി ആയിട്ടും ചിരിച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഇവരുടെ എല്ലാത്തരം ഇമോഷൻസും മിക്സ് ചെയ്തിട്ടൊരു സാധനം വരുന്നത്. അല്ലെങ്കിൽ അവർക്ക് അത്രയും കപ്പാസിറ്റി ഉണ്ട് ആക്ടിങ്ങിൽ എന്ന് നമുക്ക് മനസ്സിലാവുന്നൊരു സാധനം വരുന്നത് ഇതാദ്യമായിട്ടാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പടം കാണുമ്പോൾ. കാരണം ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഹാഷിറിൻ്റെ ടീമിൻ്റെ ഒരു പടത്തിന് പോയത്. വാഴ 2 കണ്ടിട്ടുള്ള കിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് ഗ്രൗണ്ടുകളും കണ്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഫുട്ബോൾ കളിക്കാനായാലും എല്ലാത്തിനും. പണ്ട് ഞങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് തമ്മിൽ ഫുട്ബോൾ കാര്യങ്ങളെല്ലാം കളിക്കുമായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം എല്ലാവരും പുറത്തേക്കൊക്കെ പോയി വീടുകളിലായിട്ടൊക്കെ ചുരുങ്ങുകയൊക്കെ ചെയ്തു. ഇപ്പൊ മനസ്സിലായല്ലോ, ഈ ഓഫീസിലെ എല്ലാവർക്കും വാഴ വർക്കാണ്. എന്നൊരു കാര്യം പറയട്ടെ, ഞാൻ വാഴ കണ്ടിട്ടില്ല. പക്ഷെ ഇതൊക്കെ കേട്ടപ്പോ എന്തായാലും ഞാൻ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യും. അപ്പൊ ശരി, കാണാം.